ഹലോ ഹായ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തതല്ല, ഒരു 2-3 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അത് പോസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡൗട്ടിൽ കുറച്ച് നേരം വൈകിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ, എൻ്റെ ഞാൻ ആദ്യം ഇട്ട വീഡിയോയും ഇപ്പോൾ ഉള്ള വീഡിയോയിലുള്ള എൻ്റെ രൂപം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഡിഫറൻസ് എത്രയുണ്ട് എന്നുള്ളത്. ആദ്യത്തെ വീഡിയോയിൽ എനിക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു, പിരികൊക്കെ ഉണ്ടായിരുന്നു, കൺപീലികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. അപ്പോൾ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ടേക്ക് ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളും മറ്റും ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊരു കറക്റ്റ് സമയത്ത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കറക്റ്റ് ടൈമുകളിൽ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചിട്ടില്ല. പല പ്രശ്നങ്ങളും കൊണ്ടും പിന്നെ എൻ്റെ ഫിസിക്കൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ എനിക്ക് ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഇപ്പം ഞാൻ കുറച്ച് ഓക്കെ ആയപ്പം ഞാൻ ഒരു വീഡിയോ എടുത്ത് ഇടാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3-4 മാസമായി. ഞാൻ മാർച്ചിലാണ് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് 7-ന് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എനിക്ക് 6 കീമോ കഴിഞ്ഞു. ഈ വരുന്ന ചൊവ്വാഴ്ച എനിക്ക് 7ാമത്തെ കീമോ ആണ്. മൊത്തം 8 കീമോയാണ് പറഞ്ഞിട്ടുള്ളത്. അത് 2 സൈക്കിളായിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സൈക്കിളായ 4 കീമോ കഴിഞ്ഞു. 2ാമത്തെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു, 2 എണ്ണം കഴിഞ്ഞു, ഇനി 2 എണ്ണം കൂടിയുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇപ്പോൾ ഓക്കെയാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീമോ നമ്മൾ വിചാരിക്കും പോലെയല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ചൊന്നല്ല, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് അത്യാവശ്യം സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഷ്യൻസിനെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോൾ അവർ പറയുന്നത് കേൾക്കുമ്പം കേൾവിക്കാരായിട്ട് കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഇപ്പം നമ്മളത് അനുഭവിച്ചറിയാണ്. നല്ല ബുദ്ധിമുട്ടാണ്. എന്താ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നോ അതുപോലെ ഇരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളും. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് കീമോ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരും. പിന്നെ എന്താ പറയുക, മുടി പൊഴിയും, പിരികം, അങ്ങനെ നമ്മുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ എന്താ പറയുക, ഛർദി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, ചിലപ്പോൾ നാവൊക്കെ തൊലി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറേ സൈഡ് എഫക്റ്റുകൾ ഉണ്ട് എന്ന് ഡോക്ടർ ആദ്യം നമ്മളോട് പറഞ്ഞിരുന്നു. നമുക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് എന്താണെന്ന് കറക്റ്റ് അറിയാൻ കഴിയും. അപ്പോൾ ആദ്യത്തെ കീമോ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. എന്താ പറയുക, വലിയ പ്രശ്നമൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്ന സമയത്തൊന്നും വലിയ കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആയിരുന്നു. വീട്ടിലെത്തി ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, ഭയങ്കര എൻ്റെ നെഞ്ച് വല്ലാതെ ഹാർട്ട് റേറ്റ് കൂടും പോലെയൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഭയങ്കര ക്ഷീണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു. അത് രാത്രി പിന്നെ ഫുഡ് എനിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞി കുറച്ച് കുടിച്ചു. പക്ഷേ നമുക്ക് എന്തോ ഒരു വായൊക്കെ ഇങ്ങനെ എപ്പോഴും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. എന്താന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ. ഭക്ഷണം വേണമെന്ന് ചോദിച്ചാൽ വേണം, വിശപ്പുണ്ട്, പക്ഷേ നമുക്ക് കഴിക്കാൻ കഴിയില്ല. എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ചെയ്ത ദിവസം അങ്ങനെ അങ്ങ് പോയി. സെക്കൻഡ് ഡേ പറഞ്ഞ പോലെ തന്നെ ഫുഡൊന്നും വേണ്ട. പല ഫുഡുകളും നമുക്ക് വേണ്ടി വരില്ല. അതിൻ്റെ സ്മെല്ല്, വിറവിടുന്ന സ്മെല്ല്, പിന്നെ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല്, അരി ഊറ്റുന്നതിൻ്റെ സ്മെല്ല്, അതൊക്കെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ചില ഫുഡുകളോടൊക്കെ ഒരു ഇഷ്ടം തോന്നും, പുളിയുള്ള ഫുഡുകളോടൊക്കെ, ദോശ, ഇഡ്ഡലി, അങ്ങനത്തെയൊക്കെ. അതൊന്നും നമുക്ക് ഒത്തിരി നമ്മൾ സാധാരണ കഴിക്കുമ്പോഴൊന്നും കഴിക്കാനാവില്ല. ഒരു ദിവസം ഒരു 1/2 കഷ്ണം കഴിക്കാൻ കഴിഞ്ഞാൽ അത്ര നല്ലത്. അങ്ങനെ ആണ് എൻ്റെ ഓരോ ദിവസങ്ങളും. ആദ്യത്തെ കീമോയുടെ ദിവസമാണ് പറയുന്നത്. 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം ഒക്കെ അങ്ങനെ ഒരു ഫീലിൽ അങ്ങ് പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. കുറേശ്ശെ ഛർദ്ദിക്കുന്നില്ല, ഞാൻ വോമിറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കാണുമ്പോഴും പിന്നെ അല്ലാതെ ഇരിക്കുമ്പോഴും ഒക്കെ ഒരു വല്ലാത്ത വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു. എപ്പോഴും വായിലിങ്ങനെ തുപ്പൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിങ്സ്. അപ്പോൾ നമുക്കിങ്ങനെ വോമിറ്റ് ചെയ്യാൻ വരും. വെള്ളം, നല്ല ദാഹമായിരുന്നു. പിന്നെ ആ സമയത്ത് നല്ല വെയിലും ആയിരുന്നത് കൊണ്ട് നല്ല ദാഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ലിറ്ററിൻ്റെ മേലെ വെള്ളം ഒരു ദിവസം കുടിക്കണമെന്ന്. അത് പക്ഷേ നമ്മൾ കുടിക്കേണ്ട
ആവശ്യമില്ല. കീമോ നമ്മളെ കൊണ്ട് കുടിപ്പിച്ചോളും, നല്ല ദാഹമായിരിക്കും. അതുകൊണ്ട് ഞാൻ വെള്ളങ്ങൾ കുടിക്കുമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട വെള്ളങ്ങളെല്ലാം. ഞാൻ കരിക്കും വെള്ളം, നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണല്ലോ കരിക്കും വെള്ളം കുടിക്കുമായിരുന്നു, മോരും വെള്ളം കുടിക്കുമായിരുന്നു. പിന്നെ ഉപ്പിട്ട നാരങ്ങ വെള്ളം കുടിക്കും, സാധാരണ വെള്ളം കുടിക്കും. പിന്നെ ഒന്നും ഇടാതെ അങ്ങനത്തെ വെള്ളം നമുക്ക് കുടിക്കാൻ സാധിക്കില്ല, ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള വെള്ളങ്ങളൊക്കെ ആയിട്ട് ജ്യൂസുകളൊക്കെ ആയിട്ട് അങ്ങനെ കുടിച്ചു. ഫുഡ് അധികം ഇല്ലായിരുന്നു. പിന്നെ ഒരു 3-4 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓക്കെ ആവും. അപ്പോൾ കുറേശ്ശെ ഫുഡൊക്കെ കഴിക്കാം. പിന്നെ നമുക്ക് എന്താ പറയുക, നോൺ വെജിനോടൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കേടായിരുന്നു. എല്ലാവരുടെയും അങ്ങനെയാണോന്ന് അറിയില്ല, എനിക്ക് അങ്ങനെയായിരുന്നു. നോൺ വെജൊന്നും ഇഷ്ടമില്ല, മീൻ ചിക്കൻ അതൊരു സാധനങ്ങളും ഇഷ്ടമില്ലായിരുന്നു, പച്ചക്കറികൾ തന്നെയായിരുന്നു ഇഷ്ടം. അപ്പം ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലും തോരനൊക്കെ കൂട്ടി കുറച്ച് ചീര ബീറ്റ്റൂട്ട് അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും തോരനൊക്കെ കൂട്ടി കുറച്ച് ഫുഡ് കഴിക്കുമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കീമോ ഇടത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. വലിയ കുഴപ്പങ്ങളില്ല. ഒരു 4 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഓക്കെ ആയിരുന്നു. വലിയ കുഴപ്പങ്ങളില്ലാതെ അങ്ങനെ ഓക്കെയായി. പിന്നെ നല്ല വിശപ്പാണ്. ആ 4 ദിവസം 5 ദിവസം കഴിയുമ്പോൾ പിന്നെ നല്ല വിശപ്പാണ്. നമുക്ക് അത്യാവശ്യം ഫുഡ് വേണം. എൻ്റെ അവസ്ഥയാണേ, എനിക്ക് അത്യാവശ്യം ഫുഡ് വേണമായിരുന്നു. ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് നന്നായിട്ട് വെയിറ്റും വെച്ചു. എൻ്റെ ഡോക്ടർ തന്നെ എന്നോട് ചോദിച്ചു, സാധാരണ കീമോ കഴിയുമ്പോൾ എല്ലാവരും മെലിയാണ് ചെയ്യുന്നത്, ആതിര മാത്രം തടിക്കുകയാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞ്. ഞാൻ വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഫുഡുകൾ പിന്നെ നോൺ വെജോ അങ്ങനത്തെ ഒന്നും അല്ല. ഞാൻ ചോറ്, നമ്മുടെ ചായക്കടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം തന്നെ, പിന്നെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ കീമോ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. പിന്നെ ആ ചെയ്ത് വന്ന അന്നത്തെ ദിവസം വല്ലാതെ പൾസ് റേറ്റും ഹാർട്ട് റേറ്റൊക്കെ കൂടുമ്പോൾ തോന്നിയായിരുന്നു. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അന്ന് എനിക്ക് ഫുഡൊന്നും കഴിക്കാനായില്ല. പിന്നെ പിറ്റത്തെ ദിവസം അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ട് എന്നല്ലാതെ എൻ്റെ ആദ്യത്തെ കീമോ ഒരു സമാധാനപരമായി തന്നെ അങ്ങ് പോയി. പിന്നെ 21 ദിവസം കൂടുമ്പോഴാണ് എൻ്റെ കീമോ വരുന്നത്. രണ്ടാമത്തെ കീമോ സെയിം മെഡിസിൻ തന്നെയാണ്. അപ്പോൾ ഇതേ അനുഭവങ്ങളൊക്കെ തന്നെയാണ് രണ്ടാമത്തെ കീമോയിലും ഉണ്ടായത്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ദിവസം ഈ പറഞ്ഞ പോലെ വെക്കുന്ന ദിവസം ഈ പറഞ്ഞ പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ, 2, 3, 4 ദിവസങ്ങളിൽ കുറച്ച് ഫുഡ് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്, പിന്നെ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്താ പറയുക, ഈ വോമിറ്റ് ചെയ്യാതിരിക്കാനുള്ള മരുന്നും എല്ലാം അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. രാത്രി നമുക്ക് ഒരു മെഡിസിൻ തരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് സെഡേഷനും കൂടിയുള്ള മെഡിസിനാണ്. അതുകൊണ്ട് എനിക്ക് ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അത് കഴിക്കാൻ അങ്ങനെ മനം പുരട്ടൽ ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് അത് കഴിക്കുന്നത് കൊണ്ട് എനിക്ക് ഉറക്കത്തിനും വലിയ ബുദ്ധിമുട്ടായിട്ടില്ല. ഞാനങ്ങനെ വോമിറ്റ് ചെയ്തിട്ടുമില്ല. അങ്ങനെ രണ്ടാമത്തെ കീമോയും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പോയി. പിന്നത്തെ 21 ദിവസം കഴിയുമ്പോൾ മൂന്നാമത്തെ കീമോ, അതും സെയിം മെഡിസിൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഈ അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. 4ാമത്തെ കീമോയും കുഴപ്പമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് പോയത്. അങ്ങനെ ഞാൻ ഛർദ്ദിച്ചു എന്ന് പറയാൻ എപ്പോഴോ 1-2 തവണ ഒന്ന് ഛർദ്ദിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ വലിയ ഛർദ്ദി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ആദ്യത്തെ സൈക്കിളിലെ 4 കീമോയും എടുത്തത്. പിന്നെ ആകെ ഉണ്ടായ വിഷമം എന്ന് പറയാൻ, ഫസ്റ്റ് കീമോ കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച ആയപ്പോഴത്തേക്ക് എനിക്ക് ഹെയർ ഫോൾ വരാൻ തുടങ്ങി. എനിക്ക് അത്യാവശ്യം നല്ല നീണ്ട ഹെയറൊക്കെ ആയിരുന്നു. അപ്പോൾ മുടി പോകുന്നൊക്കെ അറിയാമായിരുന്നു. എന്നാലും മുടി ഇങ്ങനെ ചീകുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ഒക്കെ അങ്ങനെ നമ്മളിങ്ങനെ തലയിലിങ്ങനെ തൊടുമ്പോൾ തന്നെ കട്ട കെട്ടി ഇങ്ങനെ കയ്യിലിങ്ങനെ പൊഴിഞ്ഞ് പോരുകയായിരുന്നു ചെയ്യുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു. അന്നേരം ഇങ്ങനെ മുടി പോരുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു വിഷമമാണല്ലോ. അന്നേരം ഞാനത് മുഴുവൻ പോകാൻ വേണ്ടി കാത്തു നിന്നില്ല, ഞാൻ പോയി മുട്ടയടിച്ചു, മുടി കംപ്ലീറ്റ് മുട്ടയടിച്ചു. പിന്നെ നമ്മൾ അതിനോട് അങ്ങ് ഇണങ്ങിച്ചേർന്നു. നമ്മുടെ രൂപം നമ്മൾ തന്നെ അങ്ങ് എന്താ പറയുക, അക്സെപ്റ്റ് ചെയ്യുകയാണ്. മുടി പോയത് മാത്രമേ എനിക്ക് കുറച്ച് സങ്കടമുള്ളൂ. പിന്നെ അതിനനുസരിച്ച് മുടി വരും എന്നൊക്കെ അറിയാം, എന്നാലും ആ പോയ സമയത്ത് ഒരു വിഷമമുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ ഓക്കെയാണ്, ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ അതാണ് എനിക്ക് ഫസ്റ്റ് കീമോ കഴിഞ്ഞ് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടി ഹെയർ ഫോൾ ഉണ്ടായത്. പിന്നെ കംപ്ലീറ്റ് പൊഴിയാൻ നമ്മൾ കാത്തു നിന്നില്ല, നമ്മളത് മുട്ടയടിച്ചു കളഞ്ഞു. പിന്നെ കീമോ ആദ്യത്തെ ആ കീമോകളിൽ വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ എന്താ പറയുക, യൂറിൻ പോകുമ്പോഴത്തെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. വയറ്റിൽ നിന്ന് പോകുന്നില്ല, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കഴിക്കാൻ നമുക്ക് മരുന്നൊക്കെ തരുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്നും കഴിക്കേണ്ടി വന്നില്ല. ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കോൺസ്റ്റിപ്പേഷനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സാധാരണ എങ്ങനെയാണോ ടോയ്ലറ്റിൽ പോകുന്നത് അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ആദ്യത്തെ സൈക്കിളിലെ കീമോയിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല.
ഇത് അപ്പോൾ അങ്ങനെ പറയത്തക്കതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല. പലർക്കും ഭയങ്കര ഛർദിയായിരിക്കും, ക്ഷീണമായിരിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 4 ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ഫുഡ് കഴിക്കാൻ ഉള്ളൊരു ബുദ്ധിമുട്ടാണ്, ഫുഡിനോടൊരു ഇഷ്ടക്കുറവ്, അത്രയേ ഉള്ളൂ. പിന്നെ ക്ഷീണമുണ്ട്, എന്നാലും അങ്ങനെ വലിയ ക്ഷീണമായിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ ഫുള്ള് റെസ്റ്റിലായിരുന്നു, അങ്ങനെ വലിയ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഇതേ വന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ ആദ്യത്തെ 4 കീമോ കഴിഞ്ഞു, ആ സൈക്കിൾ കീമോ കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു, മെഡിസിൻ മാറി. അവിടെ തൊട്ടാണ് കീമോ എന്താണെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അപ്പോൾ ആദ്യത്തെ സൈക്കിൾ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ എന്താ പറയുക, ഇത് കണ്ട, എൻ്റെ നഖം കണ്ട, ഞാൻ കറുപ്പ് നെയിൽ പോളിഷ് ഇട്ടതല്ല, എൻ്റെ നഖമൊക്കെ കറുത്തുപോയി. ഇതെല്ലാം ചിലപ്പോൾ പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കണ്ട, ഇതൊക്കെ ഇങ്ങനെ കണ്ട, ഇങ്ങനെ കയറി പോകുന്നുണ്ട്. ഇത് പൊഴിഞ്ഞു പോകും തോന്നുന്നു. എല്ലാ വിരലുണ്ട് കണ്ട. അതുപോലെ തന്നെ കാലിനുണ്ട്. എനിക്ക് നഖത്തിനൊക്കെ നല്ല പെയിനാട്ടോ. ഈ നഖം വെച്ചിട്ട് എന്തെങ്കിലും തുറക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് ചുറിയാൻ പോലും ബുദ്ധിമുട്ടാണ്. എല്ലാം വേദനയാണ്, നഖത്തിനൊക്കെ വേദനയാണ്. പിന്നെ അങ്ങനെ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, രണ്ടാമത്തെ സൈക്കിൾ കീമോ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ആദ്യത്തെ സൈക്കിൾ ഇത്രയും കൂളായിട്ട് എടുത്ത് ആദ്യത്തേക്ക് രണ്ടാമത്തെ സൈക്കിൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓക്കെ ആയിരിക്കും. പിന്നെ എന്താ പറയുക, ചെറുങ്ങനെ ബോഡി പെയിൻ ഉണ്ടാവും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, ചിലർക്ക് ഡയറി ആയിരിക്കാം എന്ന് പറഞ്ഞു. അത്രേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ, ആദ്യത്തെ നല്ല കൂളായിട്ട് പോയതല്ലേ, അതുകൊണ്ട് രണ്ടാമത്തതും അങ്ങനെ തന്നെ പോവും എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടാമത്തെ സൈക്കിൾ കീമോ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഇമ്മ്യൂണോ തെറാപ്പിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ഇഞ്ചക്ഷനാണ് കയറ്റുന്നത്, കീമോയും ഇമ്മ്യൂണോ തെറാപ്പി. അപ്പോൾ ഇമ്മ്യൂണോ തെറാപ്പിയുടെ ക്ഷീണമൊക്കെ ഉണ്ടാവും, എനിക്ക് കീമോയുടെ മാത്രമായിരിക്കില്ല. അങ്ങനെ രണ്ടാമത്തെ സൈക്കിളിൽ ആദ്യത്തെ സൈക്കിൾ വെച്ചു. ആദ്യത്തെ സൈക്കിൾ വെച്ചപ്പോൾ തന്നെ പണി കിട്ടി. കേട്ടാ, എൻ്റെ ഞരമ്പ് കരിഞ്ഞു പോയി. ഈ ഞരമ്പ് കരിഞ്ഞു പോയി, അതിന് വേദനയായിരുന്നു. അപ്പോൾ കുറച്ച് കുറവുണ്ട്. വെച്ച് ഞാൻ വീട്ടിലെത്തി, വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. പിറ്റത്തെ ദിവസം നമുക്ക് കൗണ്ട് കൂടാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യമല്ല, ചിലർക്ക് കൗണ്ടൊക്കെ കുറയാറുണ്ട്. എൻ്റെ ആദ്യത്തെ 4 കീമോയിലും എനിക്ക് കൗണ്ടൊന്നും കുറഞ്ഞിട്ടില്ല, HB കുറഞ്ഞിട്ടില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, ഞാൻ ഓക്കെ ആയിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ എനിക്ക് കൗണ്ട് കുറഞ്ഞിട്ടില്ല. ഞാൻ നന്നായിട്ട് കൗണ്ട് കൂടുന്ന ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ സൈക്കിൾ കീമോയിൽ ഫസ്റ്റിലത്തെ മെഡിസിൻ വെച്ചു, എൻ്റെ ഞരമ്പൊക്കെ കരിഞ്ഞു. പിന്നെ ഞാൻ വീട്ടിലെത്തി, വലിയ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റിലത്തെ ദിവസം കുഴപ്പമില്ല, അപ്പം ഞാൻ ഹാപ്പിയായി. കുഴപ്പമൊന്നുമില്ല, ആദ്യത്തെ മെഡിസിൻ വെച്ച പോലെയുള്ള ഒരു ഹാർട്ട് റേറ്റോ പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നും വന്നില്ല. ഫുഡൊക്കെ ഞാൻ കഴിച്ചു രാത്രി, കുഴപ്പമൊന്നുമില്ല. വോമിറ്റിംഗ് ടെൻഡൻസി അങ്ങനത്തെ ഒന്നുമില്ല, ഓക്കെയാണ്. പിറ്റേത്തെ ദിവസം എനിക്ക് എന്താ പറയുക, വായിൽ വല്ലാതെ ഡ്രൈ ആവാൻ തുടങ്ങി. തുപ്പലൊക്കെ ഒരു കൊഴുപ്പാവാൻ തുടങ്ങി. നോർമലായിട്ടുള്ള ഒരു സലൈവിയല്ല, ഒരു കൊഴുപ്പ് വായിക്ക്. അപ്പം ഞാനിങ്ങനെ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ, എന്തോ ഈ പല്ലിൻ്റെ ഈ ഗമ്മുകൾക്കൊക്കെ ഇവിടെ നമ്മുടെ ഗംസിനൊക്കെ പെയിനുള്ള പോലെ തോന്നുക, ഉരച്ച് തേക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. അതും വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. അന്നത്തെ ദിവസം ഞാൻ കുറച്ചൊക്കെ ഫുഡൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ കണ്ണ് തുറന്ന് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു, എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയി. ദൈവമേ, എനിക്ക് എന്ത് പറ്റി, കൈയും കാലുമൊക്കെ തളർന്നു പോയോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എന്നെ തന്നെ തൊട്ട് നോക്കി, നല്ല ചൂട്. അപ്പോൾ പനിക്കുകയാണോ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ബോഡിയൊക്കെ ഹീറ്റാവുമായിരുന്നു. ഞാൻ അമ്മേനെ വിളിച്ചു. അപ്പോൾ അമ്മ എന്നെ പിടിച്ചെണീപ്പിച്ചു. എനിക്ക് കൈയും കാലും ജോയിൻറ്റുകളും എല്ലാം ഭയങ്കര ബാക്ക് പെയിൻ. അറിയില്ല എനിക്ക് എന്താണെന്നല്ല, എങ്ങനെ പറഞ്ഞ് വിവരിച്ച് നിങ്ങൾക്ക് തരണമെന്ന് എനിക്കറിയില്ല. ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. അതുപോലെ തന്നെ കഴുത്ത്, ഈ തല, എല്ലാ ഭാഗത്തും പെയിനായിരുന്നു എനിക്ക് എഴുന്നേക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഞാൻ ഒരുവിധം
നടന്ന് ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോയപ്പോൾ എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ യൂറിനൊക്കെ ഭയങ്കര ഒരു ചുവപ്പ് കളറ്, എന്താ പറയുക, ഞാൻ പേടിച്ച് പോയി ബ്ലഡ് അങ്ങനെയാണോ എന്നുള്ളത്. പക്ഷെ ബ്ലഡ് അല്ല, എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു കോൺസെൻട്രേറ്റഡ് യൂറിൻ മാതിരി ഭയങ്കര കളറൊക്കെ ആയിട്ട് യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് UTI വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വായ കംപ്ലീറ്റ് തോല് പോയി. ഞാൻ നാവ് നോക്കുമ്പോൾ നാവൊക്കെ ചുമന്നിരിക്കുന്നു. അതുപോലെ നാവിൻ്റെ ചുറ്റിനും പുണ്ണായിട്ട് പൊങ്ങി. അതുകൊണ്ട് എനിക്ക് ഒരു സാധനം പിന്നെ അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടുകൾ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ബുദ്ധിമുട്ടുകൾ. ശരിക്കും കീമോയുടെ ബുദ്ധിമുട്ടുകൾ അപ്പോൾ തൊട്ടാണ് ഞാൻ അറിഞ്ഞു തുടങ്ങിയത്. ഇതൊക്കെയാണ് കീമോയുടെ ബുദ്ധിമുട്ട്. ആദ്യത്തേത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയത് കൊണ്ട് ഞാൻ ഭയങ്കര എല്ലാവരും കൂളായി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാൻ കീമോ നല്ല കൂളായിട്ടാണ് എടുക്കുന്നത്, എനിക്ക് യാതൊരു പ്രശ്നവും എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ സൈക്കിൾ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് പ്രശ്നങ്ങൾ മാത്രമായിരുന്നു. എനിക്ക് എഴുന്നേക്കാൻ വയ്യായിരുന്നു. ബോഡി പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ബോഡി പെയിൻ ആയിരുന്നു. പിന്നെ വോമിറ്റിങ്, ഡോക്ടറിനോട് വോമിറ്റിംഗ് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. എന്ത് തിന്നാലും വായിലേക്ക് വെച്ചാൽ എനിക്ക് വോമിറ്റിംഗ് ആയിരുന്നു. ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. അത് അങ്ങോട്ട് വിടുന്നതിന് സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പിന്നെ ഈ സലൈവ ഇങ്ങനെ കൊഴുപ്പായിട്ട് എനിക്ക് തുപ്പി കുത്തിരിക്കുകയായിരുന്നു ഞാൻ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, ഭയങ്കര ക്ഷീണം, ഫുൾ ടൈം കിടക്കുകയായിരുന്നു. എനിക്ക് ഒട്ടും എഴുന്നേക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഒരാഴ്ച ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ഒരാഴ്ച ആവാൻ വേണ്ടി ഇങ്ങനെ എണ്ണി കുത്തിരുന്നു. പക്ഷേ ഒരാഴ്ചയായിട്ടും എൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും മാറിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടർ, എനിക്കൊരാഴ്ച കഴിഞ്ഞാൽ കൗണ്ട് ടെസ്റ്റ് ചെയ്ത് ഡോക്ടറെ അടുത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ എന്താ പറയുക, എനിക്ക് അത് മാത്രമല്ല, എനിക്കിങ്ങനെ കയ്യിൽ എൻ്റെ ദേഹത്തൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ വന്നിട്ട് ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങി. അപ്പോൾ അതും കൂടി ആയപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർ ഇത് കണ്ടപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, ഒരു പക്ഷേ കൗണ്ട് കൂടുതലായിരിക്കാം, കൗണ്ട് കൂടിയാൽ ഇങ്ങനെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ശരിയായിരുന്നു, എൻ്റെ കൗണ്ട് കൂടുതലായിരുന്നു. അപ്പം ഡോക്ടർ എന്ത് ചെയ്തു, എനിക്ക് വെച്ചുകൊണ്ടിരുന്ന കൗണ്ടിൻ്റെ ഇഞ്ചക്ഷൻ മാറ്റി, എന്നിട്ട് വേറൊരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, കുറച്ചും കൂടെ ഡോസ് പറഞ്ഞു. അങ്ങനെ എന്താ പറയുക, അവിടുന്ന് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട, കീമോ എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ തന്നെയാണ്, ആദ്യത്തേതിന് ബുദ്ധിമുട്ടില്ലാത്തത് നോക്കണ്ട, സെക്കൻഡ് ആയപ്പം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, പേടിക്കാനൊന്നുമില്ല. അങ്ങനെ എന്താ പറയുക, ബോൾഡായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ എന്നോട് കുറേ സംസാരിച്ചു. ഞാൻ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു. പക്ഷേ സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് എന്താ പറയുക, രാത്രി ആകുമ്പോഴത്തേക്ക് ഉറക്കമില്ല. ഉറക്കം എന്ന് പറഞ്ഞ സാധനമല്ല, ഞാനിങ്ങനെ എണീറ്റ് കുത്തിരിക്കും, എല്ലാവരും ഉറങ്ങായിരിക്കും, ഞാൻ എണീറ്റ് കുത്തിരിക്കും. പിന്നെ കുറേ കഴിയുമ്പോൾ എപ്പോഴോ ഉറങ്ങിപ്പോവും. പക്ഷേ നമുക്ക് ഈ ബോഡി പെയിനും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഉറക്കമൊന്നും വരാത്തത്. പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, നല്ല വിശപ്പ് എന്ന് പറയുന്നത് നമുക്കുണ്ട്, നല്ല വിശപ്പുണ്ട്, എല്ലാം തിന്നണം എന്നൊക്കെ തോന്നും. പക്ഷേ വായ കംപ്ലീറ്റ് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുന്നതിന് മുന്നേ അങ്ങോട്ട് പോരും ഛർദി. ഇതൊക്കെയായിരുന്നു എൻ്റെ രണ്ടാമത്തെ സൈക്കിൾ കീമോയിലുള്ള ബുദ്ധിമുട്ട്. ശരിക്കും ഞാൻ കീമോയുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. പിന്നെ അത് രണ്ടാമത്തെ സൈക്കിളിൽ ആദ്യത്തേത് കഴിഞ്ഞു, രണ്ടാമത്തതും കഴിഞ്ഞു, ഇനി മൂന്നാമത്തെയാണ് വരാൻ പോകുന്നത്. രണ്ടാമത്തേത് കഴിഞ്ഞപ്പോഴും ഞാൻ നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചു. എൻ്റെ കണ്ണിൻ്റെ പീലിയൊക്കെ പൊഴിഞ്ഞു പോയി. അത് മാത്രമല്ല, കണ്ണിൽ ഇങ്ങനെ വെള്ളം നിറയും, ഏത് സമയവും ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെയൊക്കെ തോല് പോയി പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ തോല് പോയതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തുടയ്ക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല, കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ തുടയ്ക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ തോല് പൊട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് എൻ്റെ കീമോ വിശേഷങ്ങൾ. പിന്നെ ഒരുപാട് പറയാനുണ്ട്, ഞാൻ എന്തൊക്കെയോ പറയാൻ മറന്നുപോയി. നമുക്ക് എപ്പോഴും ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ അനുഭവിക്കേണ്ടത് നമ്മളതിനെ അനുഭവിക്കണമല്ലോ. അതിപ്പോൾ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ കാണുന്നവരോ ഒന്നും അനുഭവിക്കില്ല. അപ്പോൾ ഒരു ക്യാൻസർ എന്ന അസുഖം വരുന്നതിനെക്കാട്ടിലുപരി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഒരു സഹനം. അതാണ് ശരിക്കും നമ്മളെന്താ പറയുക, വിജയിക്കേണ്ടത്. ഒരു പരീക്ഷയാണത്. ആ പരീക്ഷയിൽ നമ്മൾ എന്താ പറയുക, അത്രയും എഫേർട്ട് എടുത്ത് എക്സാം എഴുതി ജയിക്കുന്ന പോലെ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കീമോ തന്നെയാണ്. സർജറിയോ റേഡിയേഷനോ ഒന്നും അത്ര ബുദ്ധിമുട്ടുള്ളതായി പലരും പറഞ്ഞിട്ടായാലും എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ കീമോയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് ഒന്നാമത്തെ കാര്യം, നമ്മളെ അത് തളർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ സകല നല്ല സെല്ലുകളും സകല സാധനങ്ങളെയും എല്ലാത്തിനെയും തളർത്തി വിടും. അപ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, ഒരു ബാത്റൂമിൽ പോകണം പോലും നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടി വരുന്ന ഒരവസ്ഥ.
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ വരെ നമ്മൾ ആരുടെയും സഹായമില്ലാതെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിച്ചിരുന്ന ആളെ പെട്ടെന്ന് ബാത്റൂമിൽ പിടിച്ചു കൊണ്ടുപോകുന്നു. നമുക്ക് ഭക്ഷണം വാരി തരേണ്ട അവസ്ഥ വരുന്നു, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അപ്പം ഉണ്ടാകുന്ന കുറച്ച് മാനസികമായ ബുദ്ധിമുട്ടുകളും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെ നമ്മൾ ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിലൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ അത് ബാധിക്കും. അപ്പം ഞാൻ പരമാവധി ഞാൻ എന്താ പറയുക, എൻ്റെ ഫ്രണ്ട്സുകളോടും പിന്നെ എൻ്റെ വീട്ടുകാരോടും അടുത്തുള്ളവരോടും ഒക്കെ സംസാരിക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ഒറ്റയ്ക്കിരിക്കുന്നത് പരമാവധി ഞാൻ ഒഴിവാക്കി. കാരണം വെച്ചാൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരിക. എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്താണ് ഞാൻ എൻ്റെ ഈ ഒരു കീമോ കാലം കഴിച്ചു കൂട്ടുന്നത്. പിന്നെ ഒരുപാട് ബുക്സുകൾ വായിക്കും, പിന്നെ ഫോണിൽ നല്ല നല്ല വീഡിയോസുകൾ കാണും, കുറേ TV കാണും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സമയം കഴിച്ചു കൂട്ടുന്നത്. കീമോ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, പക്ഷേ ആ ബുദ്ധിമുട്ടുകളെ അതിജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനെന്നല്ല എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ആ ഒരു വിഷമങ്ങളെയൊക്കെ മറക്കുകയാണ്. കുറേ കരച്ചിലൊക്കെ വരും, ഇല്ലയെന്നും പറയുന്നില്ല. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ കരയാത്തവരാരും ഇല്ലല്ലോ. ഞാൻ പ്രത്യേകിച്ച് എന്നെപ്പോലെ ഒരാൾ, എനിക്ക് വേദനകളൊക്കെ ഭയങ്കര പേടിയുള്ള ആളാണ്, സൂചി കുത്താൻ വരെ പേടിയുള്ള ആളാണ്. അപ്പോൾ വേദന വരുമ്പം കരയുന്നത് സ്വാഭാവികം. പക്ഷേ ഞാൻ എന്താ പറയുക, പരമാവധി ഞാൻ എൻ്റെ വേദനകളെ ഞാൻ ഇനി നല്ലൊരു നാളെ എന്ന് കണക്ക് കൂട്ടി അതിനെയൊക്കെ സഹിക്കുകയാണ്. അങ്ങനെ ആവണം എല്ലാവരും എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നത്, ഇത് ഇങ്ങനെയൊരു കാലഘട്ടമാണ്. കീമോ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും തരും. പക്ഷേ എന്നും നമുക്ക് കീമോയൊന്നുമില്ല. ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീമോയൊക്കെ കഴിയും. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് മാറും, ആ ഒരു സ്വഭാവം മാറും, അടുത്തതിലേക്ക് പോകും. പിന്നെയും നമ്മൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതിൻ്റെയും കാലഘട്ടം കഴിയും, നമ്മൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഈ കീമോ എന്നല്ല എല്ലാത്തിനെയും നമുക്ക് തരണം ചെയ്യാം. അസുഖം വരുന്നത് സാധാരണമാണ്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് പലർക്കും എന്താ പറയുക, ഭയങ്കര പേടിയുള്ളൊരു അസുഖമാണ്. എനിക്കും പേടിയില്ലാത്ത ഒന്നല്ല, പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്താ പറയുക, ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയ ശേഷം എനിക്ക് ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതലും പഠിച്ചു. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം. പക്ഷെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ നിന്ന് നമുക്ക് പല മോശമായ അനുഭവങ്ങളും ഉണ്ടാവാം. അതെല്ലാം ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നെഗറ്റീവ് അടിക്കാതിരിക്കുക. അതൊക്കെയാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം. ട്രീറ്റ്മെൻറ്റിൻ്റെ രീതിയിൽ നല്ല രീതിയിൽ എടുക്കുക, നല്ല ഹാപ്പി ആയിരിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക, ദേഷ്യവും സങ്കടമൊക്കെ അവിടെ മാറ്റി വെക്കുക. നമുക്ക് എന്താ പറയുക, നമ്മൾ പഴയതിലും കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരും. പിന്നെ കീമോയൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു സഹനം നമുക്ക് താങ്ങാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പിന്നെ വേറെ എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ എനിക്കുണ്ട്. ഞാൻ അത് വെറും വാക്കായിട്ട് പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനുഭവിച്ചറിയുന്ന ആളെന്ന നിലയിൽ ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഇപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന എൻ്റെ ഫ്രണ്ട്സുകൾ അല്ലെങ്കിൽ ആരായാലും, എൻ്റെ വീഡിയോസ് കാണുന്ന ആരായാലും അല്ലെങ്കിൽ ഇനി കാണാനുള്ളവരായാലും ആരായാലും, നിങ്ങൾക്ക് സാധിക്കും. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. അപ്പം എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക, ട്രീറ്റ്മെൻറ്റൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എടുക്കുക. അതിലുള്ള നെഗറ്റീവ് എല്ലാം ഇടുക. പുറമെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരെല്ലാം ചിലപ്പോൾ നെഗറ്റീവ് അടുപ്പിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പം നമുക്ക് എല്ലാം നമ്മുടെ മനക്കരുത്താണ് വലുത്. ഒരു അസുഖം വന്നു കഴിഞ്ഞ് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാതി ശവമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം തളരാതെ മുന്നോട്ട് നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പഴയതിലും സ്ട്രോങ് ആയിട്ട് വരിക. അപ്പം ഞാനും പഴയതിലും സ്ട്രോങ് ആയിട്ട് വരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 7ാമത്തെ കീമോയാണ് ഈ ചൊവ്വാഴ്ച വരുന്നത്. തല പൊന്തിയിട്ട് 2 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇനിയും എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ ചിലപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഇങ്ങനെ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടുള്ള വീഡിയോസ് എടുക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നതൊക്കെ വീഡിയോസായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് അറിയില്ല. ഞാൻ എന്താ പറയുക,
കൂടുതൽ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം, എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം ഇനി സർജറി ഒന്നും ഫിക്സ് ആയിട്ടില്ല. ഈ കീമോ കഴിഞ്ഞ ശേഷം 8 കീമോയും കഴിഞ്ഞ ശേഷം മാത്രമേ സർജറിയെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് റേഡിയേഷൻ്റെ ഒക്കെ 17 റേഡിയേഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു പെറ്റ് സ്കാന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലോ ഞാനിപ്പോൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. പരമാവധി ഞാൻ മറുപടി തരുന്നതാണ്. പിന്നെ ഇനിയും വീഡിയോസ് ഇടാം. വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ആണെങ്കിൽ ഞാൻ ഇടാം. പിന്നെ കുറച്ച് ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ ഇടാൻ ലാഗ് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോസ് ഇടാൻ ചിലപ്പോൾ കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചൊവ്വാഴ്ച കീമോയാണ്. കീമോ കഴിഞ്ഞ് ഏകദേശം 1.5 ആഴ്ചയോളം ഞാൻ നല്ല വീക്കായിരിക്കും. പിന്നെ എനിക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. വായൊക്കെ പൊട്ടും, ചുണ്ടൊക്കെ പൊട്ടും, കുറേ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോസൊന്നും എടുക്കാൻ സാധിക്കില്ല. അപ്പം ഞാൻ ഓക്കെ ആവുന്ന സമയത്ത് വീണ്ടും വീഡിയോസൊക്കെ എടുത്ത് ഇടുന്നതായിരിക്കും. എൻ്റെ സർജറിയുടെയും എൻ്റെ റേഡിയേഷൻ്റെയും എൻ്റെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ വെറുതെ വീട്ടിൽ ചടഞ്ഞും കൂടി ഇരിക്കുന്ന സമയത്താണല്ലോ ഈ പല ചിന്തകൾ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ആക്റ്റീവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ചിന്തകളൊന്നും വരില്ല. നമ്മൾ എന്താ പറയുക, എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കും. അപ്പം എല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാവരുടെയും പോട്ടെ, കൂടെ എൻ്റെയും പോട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പം ബൈ.